എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത് ജിം കോർബറ്റിൻ്റെ ഒരു കഥയാണ്, ഒരു വേട്ടക്കഥ. ചോവർക്കടുവകളുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത് തള്ളക്കടുവയെ ജിം കോർബറ്റ് വെടിവെച്ച് കൊല്ലുന്നത് വരെയാണ്. എന്നാൽ ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. തള്ളക്കടുവയെ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ജിം കോർബറ്റ് കൊന്നിരുന്നത്. അത് ഞാൻ പറഞ്ഞതിലുള്ള ഒരു പെശകാണ്. അത് ഞാൻ മാറ്റുകയാണ്. ജിം കോർബറ്റ് കൊന്നത് തള്ളക്കടുവയെ ആയിരുന്നില്ല. അന്ന് ജിം കോർബറ്റ് വെടിവെച്ച് കൊന്നത് അതിൻ്റെ കുട്ടിയെ തന്നെ ആയിരുന്നു. ഇതിൻ്റെ അമ്മക്കടുവയെ വേട്ടയാടുവാൻ സഹായിച്ചത് ഈ കുട്ടിയായിരുന്നുവെന്നും ഇത് ഏകദേശം 12 പേരെ കൊന്നിട്ടുണ്ടെന്നും ജിം കോർബറ്റ് പറയുന്നുണ്ട്. അരുവിയുടെ തീരത്ത് ജിം കോർബറ്റ് ഒറ്റയ്ക്കായിരുന്നു. ആ മരത്തിൻ്റെ പുറകിൽ ഇരുന്നു കൊണ്ട് കോർബറ്റ് വളരെ വ്യക്തമായി തന്നെ കണ്ടതാണ് ഒരു ഇരുണ്ട രൂപം ആ നദിയുടെ തീരത്തേക്ക് നടന്നെടുത്തു വരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ കോർബറ്റിന് കാര്യം മനസ്സിലായി. ആ വന്നുകൊണ്ടിരിക്കുന്നത് താൻ ഉദ്ദേശിച്ച കടുവ തന്നെയാണ്. എന്നാൽ അത് അമ്മക്കടുവയായിരുന്നില്ല. ആ വലിയ കടുവയേക്കാൾ വലിപ്പം കുറഞ്ഞ ഒരു കടുവയായിരുന്നു ആ നദിയുടെ തീരത്തേക്ക് വെള്ളം കുടിക്കുവാൻ വേണ്ടി ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരുന്നത്. കോർബറ്റ് ഒട്ടും സമയം പാഴാക്കിയില്ല. ആ കടുവയ്ക്ക് നേരെ തൻ്റെ റൈഫിൾ ചൂണ്ടി നിറയൊഴിച്ചു. കൃത്യമായി ആ കടുവയുടെ ശരീരത്തേക്ക് തിര തറച്ചു കയറുകയും ചെയ്തു. എന്നാൽ കടുവ ചത്തിരുന്നില്ല. കടുവ അവിടെ നിന്നും എഴുന്നേറ്റ് വീണ്ടും ഓടുവാൻ തുടങ്ങിയപ്പോൾ തന്നെ കോർബറ്റിന്റെ തോക്ക് വീണ്ടും ഗർജിച്ചു. ആ ഗർജനത്തിൽ ആ കടുവ അവിടെ ചത്തു വീണു. അതെ, അതൊരു കുട്ടിക്കടുവയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 2 കടുവകൾ കൂടി ചേർന്നുകൊണ്ടാണ് ഈ കൊലപാതക പരമ്പരകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അതെ, അതിലെ ആ കടുവയുടെ കുട്ടിയാണ് കോർബറ്റ് വെടിവെച്ച് കൊന്നത്. ആ നദിയുടെ തീരത്ത് കോർബറ്റ് കൊന്നിട്ടത് ഒരു ആൺകടുവയായിരുന്നു. അമ്മക്കടുവയുടെ കുട്ടിയായ ആൺകടുവയെ, നരഭോജിയായി തീർന്ന ആൺകടുവയെ. താൻ വെടിവെച്ചിട്ട ഈ കടുവയുടെ തൊലി ഉരിയുവാൻ തന്നെ ജിം കോർബറ്റ് തീരുമാനിച്ചു. തൻ്റെ കൈവശം ഉണ്ടായിരുന്ന കത്തിയെടുത്ത് അതിൻ്റെ തൊലി ഉരിഞ്ഞെടുത്തു. കോർബറ്റിന് ഒരു നിരാശയുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, കോർബറ്റ് ഇവിടെ പ്രതീക്ഷിച്ചത് അമ്മക്കടുവയെ തന്നെയാണ്. എന്നാൽ വന്നെത്തിയത് അതിൻ്റെ കുട്ടിയും. എന്നാലും ഇതും നരഭോജിയായ ഒരു കടുവ തന്നെയാണ്. കോർബറ്റ് ആ കടുവയുടെ അരികിലിരുന്ന് അതിനെ തൊലി ഉരിഞ്ഞെടുക്കുമ്പോഴും തന്നെ ആരോ എവിടെ നിന്നോ നോക്കിക്കാണുന്നത് പോലെ ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഭയന്നത് ഇതായിരുന്നു: തൻ്റെ വെടിവെച്ച് കേട്ട് അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും ആരെങ്കിലും ഇവിടേക്ക് ഓടിയെത്തുമോ എന്ന ചിന്തയും അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. ഈ രാത്രിയിൽ ഇനിയും മടങ്ങി പോകണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആ കടുവയെ കൊന്ന സ്ഥലത്തു നിന്നും അല്പം മാറി ഉണ്ടായിരുന്ന ഒരു മരത്തിൽ കോർബറ്റ് വലിഞ്ഞു കയറി. അന്നത്തെ രാത്രി അവിടെ ചെലവഴിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിനും ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. കോർബറ്റിന് ഉറപ്പായിരുന്നു തൻ്റെ കുട്ടിയെ വെടിവെച്ച് കൊല്ലുന്നത് അമ്മക്കടുവ കണ്ടിരുന്നുവെന്ന്. അതിന് ആക്കം കൂട്ടുന്നതോ ബലപ്പെടുത്തുന്നതുമായ അടയാളമായിരുന്നു പിന്നീട് കോർബറ്റ് കേട്ടത്. രാത്രി മുഴുവൻ അമ്മക്കടുവ തൻ്റെ കുട്ടിയെ വിളിക്കുന്ന ശബ്ദം കോർബറ്റിനെ കേൾക്കാമായിരുന്നു. അലർന്നതും മുരളുന്നതുമായ ശബ്ദം. സമയം മുന്നിലേക്ക് പോകുന്തോറും അവളുടെ അലർച്ചയുടെ ശക്തിയും പതിയെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതും കോർബറ്റ് വളരെ വ്യക്തമായി തന്നെ കേട്ടു. താൻ അസ്വസ്ഥനായിരുന്നു. അന്നത്തെ രാത്രി തനിക്ക് ഉറക്കമേ വന്നില്ല. പതിയെ പതിയെ ആ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ കോർബറ്റിന് മനസ്സിലായി ആ കടുവ അടുത്തുള്ള മലനിരകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്, അല്ലെങ്കിൽ അവിടെ നിന്ന് നടന്നകലുകയാണെന്ന്. നേരം പുലർന്നതോടെ കടുവയുടെ ഗർജനങ്ങളും അവസാനിച്ചു കഴിഞ്ഞിരുന്നു. രാത്രിയിൽ ചെറിയൊരു ചാറ്റൽമഴ പെയ്തിരുന്നു. കോർബറ്റിന്റെ വസ്ത്രങ്ങൾ മുഴുവൻ നനഞ്ഞിരുന്നു. അതിനു പുറമെ വിശപ്പും ദാഹവും അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടുകയും ചെയ്തിരുന്നു. നേരം പുലർന്നപ്പോൾ തന്നെ ജിം കോർബറ്റ് മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. അദ്ദേഹത്തിന്റെ കാലുകളെല്ലാം മരവിച്ച അവസ്ഥയിലായിരുന്നു ആ സമയം. അല്പസമയം നിലത്തിരിക്കുകയും കാല് നൂത്തുവെക്കുകയും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ അദ്ദേഹം ഇരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നിലത്ത് മരത്തിന്റെ താഴെ ചുരുട്ടി വെച്ചിരുന്ന ആ തോല് എടുത്തുകൊണ്ട് ഗ്രാമത്തിലേക്ക്, അതായത് ഡെൽക്കാന എന്ന ഗ്രാമത്തിലേക്ക് പോകുവാൻ തുനിഞ്ഞത്. 40 പൗണ്ട് ഭാരമുണ്ടായിരുന്നു ആ തൊഴിലിന്. അതായത് ഏകദേശം 18 കിലോയ്ക്ക് മുകളിൽ വരും. തലേന്ന് രാത്രിയിലത്തെ മഴ നനഞ്ഞ് വസ്ത്രങ്ങളാകെ നനഞ്ഞിരുന്നു. തണുത്തു വിറച്ചാണ് ആ മരത്തിന്റെ മുകളിൽ കോർബറ്റ് കഴിച്ചു കൂട്ടിയത്. നേരം പുലർന്നപ്പോഴേക്കും വിശപ്പും ദാഹവും അദ്ദേഹത്തെ വല്ലാതെ പിടികൂടി കഴിഞ്ഞിരുന്നു. തൻ്റെ ക്ഷീണങ്ങളെയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ആ തോലെടുത്ത് അദ്ദേഹത്തിന്റെ ചുമലിൽ ചുമന്നുകൊണ്ട് ഡെൽക്കാന എന്ന ഗ്രാമം ലക്ഷ്യമാക്കി നടന്നു. ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ, 40 പൗണ്ട് ഭാരമുണ്ടായിരുന്നു ആ തൊഴിലിനെന്ന്. എന്നാൽ ജിം കോർബറ്റിന് ആ സമയം തോന്നിയത് അതിന് 400 പൗണ്ട് ഭാരമുള്ളതായിട്ടാണ്. കാരണം അത്രയും അദ്ദേഹം ക്ഷീണിച്ചിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ അദ്ദേഹം ഡെൽക്കാന എന്ന ഗ്രാമം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. അധികം വൈകാതെ തന്നെ ഡെൽക്കാന ഗ്രാമത്തിന് മുന്നിൽ അദ്ദേഹം എത്തി.
അവിടുത്തെ ഗ്രാമീണർ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം അവർക്കറിയാമായിരുന്നു തങ്ങളെ രക്ഷിക്കുവാൻ ഇനിയും കോർബറ്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. കോർബറ്റിന്റെ ദൂരെ നിന്നുള്ള വരവ് കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. കാരണം അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ മുഴുവൻ രക്തമായിരുന്നു. അതുപോലെ തന്നെ എന്തോ ചുമന്നുകൊണ്ടാണ് അദ്ദേഹം നടന്ന് ഗ്രാമത്തിലേക്ക് എത്തുന്നത്. ഗ്രാമത്തിലെ ആളുകൾ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഓടിയെത്തി. അടുത്ത് ചെന്നപ്പോൾ ആ കാഴ്ചകൾ കണ്ട ആളുകൾക്ക് വളരെയധികം സന്തോഷമായി. കോർബറ്റിനെ അവർ ആനയിച്ചുകൊണ്ട് തന്നെയാണ് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയത്. അവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് കോർബറ്റ് അവരോട് വിശദമായി പറഞ്ഞു. ഗ്രാമത്തിലെ ആളുകൾ അപ്പോഴേക്കും കോർബറ്റിന് കുടിക്കുവാനുള്ള ചായ കൊണ്ടു കൊടുത്തു കഴിഞ്ഞിരുന്നു. അദ്ദേഹം ചായ കുടിച്ചുകൊണ്ട് അന്ന് രാത്രിയിൽ നടന്ന കാര്യങ്ങൾ വിശദമായി തന്നെ ആ ഗ്രാമത്തിലെ ആളുകളോട് പറഞ്ഞു. അന്ന് ആ ഗ്രാമത്തിൽ ആഹ്ലാദ നൃത്തമായിരുന്നു അവർ നടത്തിയത്. കാരണം അവരുടെ തലവേദനയായ ചോക്കർ ഹിൽസിലെ ഗ്രാമങ്ങളെ വിറപ്പിച്ചുകൊണ്ടിരുന്ന കടുവകളിൽ ഒന്ന് ചത്തിരിക്കുന്നു. അത് അമ്മ കടുവയുടെ കുട്ടിയായിരുന്നു, ഒരു ആൺകടുവയായിരുന്നു. അവിടുത്തെ ആളുകൾ പറയുന്ന പ്രകാരം ആ കടുവയും കുറച്ച് ആളുകളെ കൊന്നിരുന്നു. ഏകദേശം നമ്മൾ മുന്നേ പറഞ്ഞല്ലോ 12ഓളം വരുന്ന ആളുകളെ ആ കടുവയും വേട്ടയാടി കൊന്നിരുന്നു. അമ്മ കടുവയ്ക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതും ഈ കടുവയാണെന്നാണ് അവിടുത്തെ ഗ്രാമീണർ പറയുന്നത്. കന്നുകാലികളെയും ആടുമാടുകളെയും വരെയും ആ കടുവകൾ വേട്ടയാടാറുണ്ട്. ഡെൽക്കാന എന്ന ഗ്രാമത്തിൽ അന്ന് ആഘോഷത്തിന്റെ രാവുകളായിരുന്നു. വാർത്തയറിഞ്ഞ ഗ്രാമീണർ ആഹ്ലാദ നൃത്തം ചെയ്തു. എന്നാൽ അവരുടെ ഒന്നും സന്തോഷത്തിന് വലിയ ആയുസൊന്നും ഉണ്ടായിരുന്നില്ല. കോർബറ്റ് അവരോട് പറഞ്ഞു, അതിന്റെ കുട്ടിയെ മാത്രമാണ് നമ്മളിപ്പോൾ കൊന്നിരിക്കുന്നത്. തള്ളക്കടുവ ഇപ്പോഴും പുറത്ത് കറങ്ങി നടക്കുകയാണ്. പിറ്റേ ദിവസം കാലത്തെ തന്നെ കോർബറ്റ് തന്റെ പണിയിൽ മുഴുകി. അതായത് തലേന്ന് താൻ കൊന്ന കടുവയുടെ തൊലി ക്ലീൻ ചെയ്യുകയും അത് ഉണക്കാനിടുകയും ചെയ്യുന്ന ജോലിയായിരുന്നു കോർബറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അവിടുത്തെ ഗ്രാമീണർ ജോലിക്കൊന്നും പോകാതെ അദ്ദേഹത്തിന് ചുറ്റും കൂടിയിരുന്ന് അദ്ദേഹം പറയുന്ന കഥകളും കേട്ട് അവർക്ക് പറയാനുള്ള കഥകൾ കോർബറ്റിനോടും പറയുകയായിരുന്നു. അതായത് അവിടുത്തെ മിക്ക ആളുകളുടെയും ബന്ധുക്കളെയോ അല്ലെങ്കിൽ അവർക്ക് തന്നെയോ ആ കടുവകളുടെ ഭാഗത്തു നിന്നും പരിക്കോ അല്ലെങ്കിൽ ബന്ധുക്കളെ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ആ കഥകളെല്ലാം കോർബറ്റിനോട് വളരെ വിശദീകരിച്ച് തന്നെ അവർ പറയുകയാണ്. കാരണം ഇപ്പോൾ അവർക്ക് പൂർണ്ണ വിശ്വാസമാണ് കോർബറ്റിൽ. ഗ്രാമത്തിൽ നിന്ന് ബംഗ്ലാവിലേക്ക് പോകുവാൻ നല്ല ദൂരമുള്ളത് കൊണ്ട് തന്നെ കോർബറ്റ് ആ ഗ്രാമത്തിൽ തന്നെ ടെന്റ് അടിച്ച് താമസിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ കോർബറ്റും ഡെൽക്കാന എന്ന ഗ്രാമത്തിൽ അവരോടൊപ്പം കഴിഞ്ഞു. 10 ദിവസമായിട്ടും ആ കടുവയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു ആക്രമണത്തിന്റെ വാർത്തയും കോർബറ്റിന് കിട്ടിയിരുന്നില്ല. ആ കടുവയെ പിടിക്കാനുള്ള അടുത്ത പദ്ധതികൾ കോർബറ്റ് അവിടെ തയ്യാറാക്കി. തന്റെ ടെന്റിന് മുന്നിലുണ്ടായിരുന്ന മേശമേൽ ആ മാപ്പ് വിരിച്ചു വെച്ചു. അതിലെ ആ ചുമന്ന ക്രോസ് അടയാളങ്ങൾ അദ്ദേഹം പരിശോധിച്ചു. ഇപ്പോൾ താൻ എവിടെയാണെന്നും മുന്നേ എവിടെയൊക്കെയാണ് ആ കടുവയുടെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടായതെന്നും അദ്ദേഹം വിശകലനം ചെയ്തു. അതിനുശേഷം താൻ എവിടെയൊക്കെയാണ് തൻ്റെ കെണി ഒരുക്കി വെച്ചിരിക്കുന്നതെന്നും അതിനകത്ത് അടയാളപ്പെടുത്തി. ഈ 10 ദിവസവും നേരം പുലരുമ്പോൾ തൊട്ട് അദ്ദേഹം വനത്തിലും ഗ്രാമത്തിന്റെ സമീപ പ്രദേശങ്ങളിലൂടെയെല്ലാം ആ കടുവയുടെ കാലടയാളങ്ങളും ആ കടുവയും അന്വേഷിച്ച് നടക്കുമായിരുന്നു. എന്നാൽ ഈ 10 ദിവസവും അദ്ദേഹത്തിന് കടുവയുടെ യാതൊരു വിവരവും കിട്ടിയിരുന്നില്ല. നേരം ഇരുട്ടി തുടങ്ങുമ്പോൾ വീണ്ടും ആ കെണി ഒരുക്കിയെടുത്ത് കന്നുകാലികളെ കെട്ടിയിടും. നേരം പുലരുമ്പോൾ തന്നെ ആദ്യം അദ്ദേഹം പോകുന്നത് ആ കന്നുകാലികളെ കെട്ടിയിട്ട ഭാഗത്തേക്കാണ്. അവിടെ കടുവ എത്തിയിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടി. അങ്ങനെ 11ാമത്തെ ദിവസം കോർബറ്റിന്റെ ടെന്റിലേക്ക് ഒരു ഗ്രാമീണൻ ഓടിയെത്തി. അദ്ദേഹം കാത്തിരുന്ന ഒരു വാർത്ത അറിയിക്കുവാൻ വേണ്ടിയായിരുന്നു അവിടേക്ക് ആ ഗ്രാമീണൻ ഓടിയെത്തിയത്. ആ വാർത്ത ഇതാണ്: കോർബറ്റ് കെട്ടിയിട്ടിരുന്ന ഒരു പശുവിനെ കടുവ പിടിച്ചുകൊണ്ടുപോയി എന്ന വാർത്തയായിരുന്നു അവർ അദ്ദേഹത്തെ അറിയിച്ചത്. കേട്ട ഉടനെ തന്നെ തന്റെ റൈഫിൽ എടുത്തുകൊണ്ട് സംഭവം നടന്ന സ്ഥലത്തേക്ക് കോർബറ്റ് പാഞ്ഞു. എന്നാൽ അവിടെ എത്തിയപ്പോൾ കോർബറ്റിന് നിരാശയായിരുന്നു ഉണ്ടായത്. കാരണം ആ പശുവിനെ കൊന്നത് കടുവയായിരുന്നില്ല. അവിടെ കണ്ട കാലയടയാളങ്ങളും എല്ലാം പരിശോധിച്ചപ്പോൾ കോർബറ്റ് പറഞ്ഞു, ഇതിന് പിന്നിൽ ഒരു പുലിയാണെന്ന്. ഗ്രാമത്തിലെ ആളുകൾ കോർബറ്റിനോട് പറഞ്ഞു, പുലിയാണ്? ഈ പുലിയാണെങ്കിലും ഞങ്ങൾക്ക് വലിയ ശല്യമാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നിരവധി കന്നുകാലികളെ ഈ പുലി പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ധാരാളം സാമ്പത്തികമായ നഷ്ടമാണ് ഈ പുലിയും വരുത്തുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പുലിയെ കൂടി ഒന്ന് കൊന്നു തരണം. അവർ കോർബറ്റിനോട് അപേക്ഷിച്ചു. കോർബറ്റ് മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതം മൂളുകയും ചെയ്തു. അങ്ങനെ ആ കാലടയാളങ്ങളെ ട്രാക്ക് ചെയ്തുകൊണ്ട് ആ പശുവിനെ വലിച്ചഴിച്ചു കൊണ്ടുപോയ ഭാഗം ലക്ഷ്യമാക്കി കോർബറ്റ് നടന്നു. അവിടെ നിന്നും വളരെ അധികം ദൂരെ അല്ലാതെയാണ് പശുവിനെ വലിച്ചഴിച്ചു കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത്. ചുറ്റുപാടും നോക്കിയപ്പോൾ ഒരു പാറക്കെട്ട് അദ്ദേഹം കാണുകയും അതിന് പിന്നിൽ മറഞ്ഞിരിക്കാമെന്നും കോർബറ്റ് തീരുമാനമെടുക്കുന്നു. അങ്ങനെ പാറക്കെട്ടിന് പുറകിലേക്ക് കോർബറ്റ് മാറുന്നു. താൻ പിടിച്ചിട്ട ഇരയിലേക്ക് മടങ്ങി വരുന്ന പുലിയെ കാത്ത് കോർബറ്റ് അവിടെ അങ്ങനെ ഇരിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും കോർബറ്റ് വിചാരിച്ചതുപോലെ തന്നെ നടന്നു. ആ പുലി ഇപ്പോൾ താൻ പിടിച്ചിട്ട ഇരയുടെ അരികിലേക്ക് നടന്നു നീങ്ങി വരികയാണ്. കോർബറ്റ് ശാന്തനായി തൻ്റെ റൈഫിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു.
പുലി തൻ്റെ ഇരയ്ക്ക് അരികിലേക്ക് വരികയും ചുറ്റുപാട് നിരീക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ പിടിച്ചിട്ട ആ ഇരയെ പതുക്കെ ഭക്ഷിക്കുവാൻ തുടങ്ങി. കോർബറ്റ് ഒളിച്ചിരുന്ന ആ പാറക്കെട്ടിനിടയിൽ നിന്നും പുറത്തേക്ക് വരികയും ആ പുലിയുടെ നേരെ തൻ്റെ റൈഫിൾ ചൂണ്ടി നിൽക്കുകയും ചെയ്തു. ഇനിയും ഏത് നിമിഷവും ആ പുലിയുടെ നേരെ തൻ്റെ കാഞ്ചിയിൽ നിന്നും തിര പാഞ്ഞേക്കാം. അങ്ങനെ ലക്ഷ്യം വെച്ച് നിൽക്കുന്ന സമയത്താണ് അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും ഉച്ചത്തിലുള്ള ഒരു നിലവിളി കോർബറ്റ് കേൾക്കുന്നത്. ആ നിലവിളി പെട്ടെന്ന് കോർബറ്റിന്റെ ശ്രദ്ധ അവിടേക്ക് ആകർഷിച്ചു. കോർബറ്റ് വളരെ വേഗം എഴുന്നേറ്റു. അദ്ദേഹം എഴുന്നേൽക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് പുലി കോർബറ്റിനെ നോക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അപ്രതീക്ഷിതമായി കോർബറ്റ് ആ പുലിക്ക് പിന്നിൽ വന്നപ്പോൾ പുലി ശരിക്കും പതറി. കാരണം പുലി ഒന്ന് പമ്മിയിരിക്കുകയും കോർബറ്റിനെ നോക്കുകയും ഒന്ന് മുരളുകയും ചെയ്തു. പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ അത് വന്ന വഴി ഓടുകയും ചെയ്തു. കോർബറ്റ് ആ പുലിയെ കൊല്ലുവാൻ തയ്യാറായില്ല. ശബ്ദം കേട്ട ദിശയിലേക്ക്, അതായത് ആ ഗ്രാമത്തിലേക്ക് കോർബറ്റ് പോയി. കോർബറ്റ് ആ ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ കോർബറ്റിനെ കാണുവാൻ വേണ്ടി ഒരു ഗ്രാമീണൻ അവിടേക്ക് ഓടി കിതച്ചെത്തി. അദ്ദേഹം കിതച്ചുകൊണ്ട് വന്ന വാർത്ത കോർബറ്റിനെ അറിയിച്ചു. നരഭോജിയായ കടുവ വീണ്ടും ഇറങ്ങിയിരിക്കുന്നു. ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയെ ആ കടുവ ആക്രമിച്ചിരിക്കുന്നു. ഈ വാർത്തയായിരുന്നു കോർബറ്റ് കേട്ടത്. വളരെ വേഗം തന്നെ ഗ്രാമത്തിലേക്ക് കോർബറ്റും ആ ഗ്രാമീണനും നടന്നു. കോർബറ്റ് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഗ്രാമത്തിലെ ആളുകളെല്ലാം അവിടെ കൂടി നിൽക്കുന്നു. കൂടി നിൽക്കുന്ന ആളുകളെയെല്ലാം വകുത്തു മാറ്റി കോർബറ്റ് മുന്നിലേക്ക് നടന്നു നീങ്ങുന്നു. അവർ വട്ടം ചുറ്റി നിൽക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ചുറ്റുമായിരുന്നു. ആ പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ കീറിയിരിക്കുന്നു. അവൾ കൈ പിന്നിലേക്ക് കുത്തി നിലത്ത് ഇരിക്കുകയാണ്. അവൾ വല്ലാതെ ശ്വാസമെടുക്കുന്നു, വല്ലാതെ അണയ്ക്കുന്നു. രക്തം വല്ലാതെ ഒഴുകി ഇറങ്ങുകയാണ് അവളുടെ ശരീരത്തിൽ നിന്നും. അവിടെ എത്തിയ കോർബറ്റ് അവരോട് കാര്യം എന്താണെന്ന് തിരക്കി. ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞു, ഇത് വനത്തിൽ വെച്ചൊന്നുമല്ല നടന്നത്, തുറസായ സ്ഥലത്ത് നിന്നുമാണ്. പെൺകുട്ടിയുടെ ഭർത്താവും നാട്ടുകാരും എല്ലാം അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിലേക്കാണ് ആ നരഭൂജിയായ കടുവ ചാടിയെത്തിയത്. അലറിക്കൊണ്ട് ആ കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. അവിടെ നിന്നവരെല്ലാം ഭയന്ന് നിലവിളിച്ചു, ഉച്ചത്തിൽ അലറി. ആ അലർച്ച കേട്ടുകൊണ്ട് കടുവ ഭയന്ന് തിരികെ വനത്തിലേക്ക് ഓടി. കടുവയെ കണ്ടുകൊണ്ട് ആളുകൾ ഗ്രാമത്തിലേക്കും. ആ പെൺകുട്ടിയെ കൊന്നു എന്നാണ് ഗ്രാമത്തിലെ ആളുകളെല്ലാം കരുതിയിരുന്നത്. എന്നാൽ ആ പെൺകുട്ടിക്ക് ബോധം നഷ്ടമായി അവിടെ കിടക്കുകയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധം വന്നപ്പോൾ അവൾ തന്നെ ഇവിടേക്ക് നടന്നെത്തുകയായിരുന്നു. ഇതാണ് ഉണ്ടായതെന്ന് കോർബറ്റിനോട് പറഞ്ഞു. അവിടെ നിന്ന് ആളുകൾ ഒന്നടങ്കം പറഞ്ഞു, അവൾ മരിക്കും. അത്രയധികം മുറിപ്പാടുകളായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അങ്ങനെ അവൾ മരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവളെ എടുത്തുകൊണ്ടുപോയി കടുവ ആക്രമിച്ച ഭാഗത്തിടാം. അവിടെയുള്ള ഒരു മരത്തിൽ മച്ചാൻ കെട്ടി കടുവയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. എന്നിട്ട് ആ കടുവയെ പിടിക്കാം. ഗ്രാമത്തിലെ ആളുകൾ ഒന്നടങ്കം ഇത് തന്നെ പറഞ്ഞു. മനുഷ്യത്വരഹിതമായ ഒരു കാഴ്ചപ്പാട് പോലെയാണ് കോർബറ്റിന് ആ സമയം ആ സമൂഹത്തെ കാണാൻ സാധിച്ചത്. എന്നാൽ ആ പെൺകുട്ടിയുടെ തികച്ചും നിസ്സഹായതയായ നോട്ടം കോർബറ്റിന് നേരെയായിരുന്നു. ആൾക്കൂട്ടത്തെ തള്ളി മാറ്റിക്കൊണ്ട് കോർബറ്റ് അവളുടെ അരികിലേക്ക് പോയി. അവൾക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഭർത്താവ് അടുത്തു നിന്ന് കരയുകയാണ്, ആ കുട്ടിയെ മാറോട് അണപ്പിച്ചുകൊണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല. കോർബറ്റ് തൻ്റെ വസ്ത്രം കീറിയെടുത്തു, അതായത് തൻ്റെ ഷർട്ട് കീറിയെടുത്തു. മുറിവുകളിൽ വെച്ച് കെട്ടുവാൻ വേണ്ടിയുള്ള ബാൻഡേജ് തയ്യാറാക്കി. തൻ്റെ ജാക്കറ്റിൽ നിന്നും ഒരു പാക്കറ്റ് അയാൾ പുറത്തെടുത്തു. അത് ആൻറ്റിസെപ്റ്റിക് ലായനി ഉണ്ടാക്കാനുള്ള ഒരു പാക്കറ്റായിരുന്നു. തൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടർ 1 വർഷം മുന്നേ കോർബറ്റിനെ സമ്മാനിച്ചതായിരുന്നു അത്. ആ സ്ത്രീയുടെ ഭർത്താവിനോട് കോർബറ്റ് പറഞ്ഞു, ഒരു പാത്രത്തിൽ അല്പം വെള്ളം കൊണ്ടുവരുവാൻ വേണ്ടി ഈ ലായനി കലക്കുവാൻ. അതിനുശേഷം അവളുടെ മുറിവുകൾ കോർബറ്റ് പരിശോധിച്ചു. അവളുടെ ശരീരത്തെ പ്രധാന മുറിപ്പാടുകൾ ഉണ്ടായിരിക്കുന്നത് നഖം കൊണ്ടുള്ളതാണ്. ഒരു മുറിവ് കണ്ണിന് മുകളിൽ നിന്നും തലയിലേക്കും മറ്റൊന്ന് കഴുത്തിലേക്കും, പിന്നെ ഉള്ളതൊരെണ്ണം തലയെ 2ആയി പകുത്തു പോകുന്ന പോലെ ഒരു വലിയ മുറിപ്പാടും. കണ്ണിന് മുകളിൽ നിന്നും ചെവി വരെ ഒരെണ്ണം, മാറിലൊരെണ്ണം, തോളിലൊരെണ്ണം, കഴുത്തിൽ വലിയൊരു മുറിവ്, വലത് കൈത്തണ്ടയിൽ ആഴത്തിലുള്ള മുറിവ്. അത് പക്ഷേ കടുവയുടെ ആക്രമണം തടയുന്നതിനിടയ്ക്ക് അവൾക്കുണ്ടായ മുറിപ്പാടായിരിക്കാം. അവളുടെ മുടി കട്ട് ചെയ്ത് വിടുവാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ അടുത്ത് നിന്ന ഒരു സ്ത്രീയോട് കത്രിക കൊണ്ടുവരുവാൻ പറഞ്ഞു. ആ ഗ്രാമത്തിലാകെ ഉള്ളത് ഒരു കത്രികയാണ്. അതും മരിച്ചുപോയ ഒരു തയ്യൽക്കാരൻ്റേതായിരുന്നു അത് അവൾ എൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട് തന്നു. പക്ഷേ അത് ഉപയോഗശൂന്യമായിരുന്നു. മുഴുവൻ തുരുമ്പിച്ച് നാശമായിരുന്നു. മുടി മുറിച്ച് കളയണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും അവളുടെ ഭർത്താവ് വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളത്തിലേക്ക് ഞാൻ ആ പാക്കറ്റ് പൊട്ടിച്ച് മിക്സ് ചെയ്തു. ആ മഞ്ഞ വെള്ളം അവളുടെ മുറിവിലേക്ക് ഞാൻ ഒഴിച്ചു.
അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കിയെടുത്ത ബാൻഡേജുകൾ അവളുടെ മുറിവിലേക്ക് വെച്ച് കെട്ടി. ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവളെ അവിടെ നിന്നും എടുത്തുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു മുറിയുള്ള ചെറിയൊരു വീടായിരുന്നു അവളുടേത്. അടുത്തൊരു നേഴ്സറി ഉണ്ട്. വീട്ടിലേക്ക് അവളെ കൊണ്ടുപോകുമ്പോഴും അവൾ മരിച്ചു പോകുമെന്നായിരുന്നു അവൾ കരുതിയിരുന്നത്. എന്നാൽ അവളുടെ പ്രതീക്ഷ കൈവിട്ടു പോകാതിരിക്കുവാൻ വേണ്ടി അവളുടെ ഭർത്താവിൻ്റെ കയ്യിലിരുന്ന കുട്ടിയെ എടുത്ത് ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു. 3-4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞായിരുന്നു അത്. മുലകുടി ഇതുവരെയും മാറിയിട്ടില്ല. അമ്മയുടെ സ്നേഹവും മുലപ്പാലും ആവശ്യമുള്ള പ്രായവുമാണ്. ഞാൻ അവളോട് പറഞ്ഞു, മരണത്തെ നീ കീഴ്പ്പെടുത്തണമെന്നും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തണമെന്നും നിന്റെ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കാനും അവളോട് ആവശ്യപ്പെട്ടു. അവളെ ഒന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം അവരുടെ ഭർത്താവിനോടും ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി. പിന്നീട് 10 ദിവസം കഴിഞ്ഞാണ് ഞാൻ ആ പെൺകുട്ടിയെ കാണുവാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോകുന്നത്. അവളിപ്പോൾ തികഞ്ഞ സന്തോഷത്തിലാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൾ ആ വാതിക്കൽ തന്നെ ഇരിപ്പുണ്ട്, അവിടെ കുട്ടിയെ കയ്യിലെടുത്തുകൊണ്ട്. അവിടെ കഴുത്തിലുള്ള ആഴത്തിലുള്ള ഒരു മുറിപ്പാട് ഒഴിച്ചാൽ ബാക്കിയെല്ലാം കരിഞ്ഞു തുടങ്ങിയിരുന്നു. അവളുടെ തലമുടി വെട്ടാത്തതിൽ ഞാൻ ആകെ സന്തോഷത്തിലായിരുന്നു. കാരണം ഈ ഗ്രാമത്തെ വിശ്വാസപ്രകാരം, അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസപ്രകാരം വിധവകളാണ് മുടി മൊട്ടയടിക്കുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മഞ്ഞ ലായനി ഉപയോഗിച്ച് അവളുടെ മുറിവുകൾ കഴുകാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് അവൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനാൽ തന്നെ ഞാൻ മനസ്സിൽ എൻ്റെ സുഹൃത്തിനോട് 1000 നന്ദി പറഞ്ഞു. അവൻ തന്ന ഈ ലായനിക്ക് ഒരു ജീവൻ ഇപ്പോൾ രക്ഷിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഞാൻ നിങ്ങളോട് മുന്നേ തൊട്ട് പറയുന്ന ഒന്നാണ്, കടുവയുടെ ആക്രമണത്തിലല്ല കൂടുതലും ആളുകൾ മരിക്കുന്നത്, ആക്രമണത്തിന് ശേഷമാണ്. കടുവയ്ക്ക് അയാളെ കൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിലും അയാളുടെ ശരീരത്ത് മുറിപ്പാടുകൾ ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ, കൃത്യമായ ശുശ്രൂഷ നൽകാൻ സാധിച്ചില്ല എങ്കിൽ കടുവയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മുറിപ്പാടുകളിൽ നിന്നും ഇൻഫെക്ഷൻ ആകുകയും അത് മരണത്തിന് കാരണമാകുകയും ചെയ്യുന്നു. അതിപ്പോൾ തടയുവാൻ എനിക്ക് സാധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ജീവൻ രക്ഷിക്കുവാനും എന്നെ കൊണ്ടായി. നമുക്കിനിയും കഥയിലേക്ക് തന്നെ മടങ്ങിയെത്താം. ആ പെൺകുട്ടിയെ ആക്രമിച്ച സ്ഥലത്ത് ഞാൻ ഒരു ആടിനെ കൊണ്ട് കെട്ടിയിടുവാൻ അവരോട് പറഞ്ഞിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അരികിലുള്ള ഒരു ഓക്കുമരത്തിൽ ഒരു മച്ചാൻ കെട്ടാനും പറഞ്ഞു. എൻ്റെ നിർദ്ദേശപ്രകാരം ഗ്രാമീണർ അതെനിക്ക് ചെയ്തു തന്നു. അങ്ങനെ ഞാൻ രാത്രി മുഴുവൻ ആ മച്ചാനിൽ നിന്ന് ആ കടുവയുടെ വരവിന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ രാത്രി എത്ര കഴിഞ്ഞിട്ടും ആ കടുവ അവിടേക്ക് മടങ്ങിയെത്തിയില്ല. ഒരു കാര്യം എനിക്കറിയാം, ആ കടുവ ഇപ്പോൾ വിശന്നിരിക്കുകയാണ്. നേരം പുലർന്നപ്പോൾ തന്നെ ഞാൻ മച്ചാനിൽ നിന്നും താഴെ ഇറങ്ങുകയും കടുവയുടെ ആക്രമണം നടന്ന ഭാഗം ഒന്നുകൂടി പരിശോധിക്കുകയും ചെയ്തു. അവിടെ കണ്ട ട്രാക്കിനെ പിന്തുടർന്നുകൊണ്ട് ഞാൻ കടുവ പോയ ഭാഗം ലക്ഷ്യമാക്കി നടന്നു. അതിപ്പോൾ പോയിരിക്കുന്നത് ഗ്രാമത്തിൻ്റെ അരികിലൂടെ കടന്നു പോകുന്ന ഒരു നദിയിലേക്കാണ്. ഞാൻ ആ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് അവിടേക്കാണ് എത്തിച്ചേർന്നതും. അവിടെ മൃഗങ്ങൾ ധാരാളമായി വന്ന് വെള്ളം കുടിക്കുന്ന പല ട്രാക്കുകളും കാണാനായി. അതിൻ്റെ കൂട്ടത്തിൽ ഈ കടുവയുടെ കാലടയാളവും ഉണ്ടായിരുന്നു. അവൻ്റെ ട്രാക്ക് ഞാൻ പിന്തുടർന്ന് ആ നദിയുടെ ഓരത്തുകൂടി വീണ്ടും മുന്നിലേക്ക് ഏറെ ദൂരം നടന്നു. അല്പദൂരം ചെന്ന ശേഷം ആ കടുവ നദി മുറിച്ചു കടന്ന് മറുകരയിലേക്ക് പോയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും ആ നദി മുറിച്ചു കടന്ന് വീണ്ടും ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് മുന്നിലേക്ക് പോയി. അത് ഏകദേശം 2 മൈൽ ദൂരം മറ്റൊരു വഴിയിലൂടെ കടന്നു പോകുകയായിരുന്നു. ഞാൻ വീണ്ടും ആ ട്രാക്ക് പിന്തുടർന്ന് 2 മൈൽ ദൂരം അതിൻ്റെ പിന്നാലെ തന്നെ പോയി. പിന്നെ ഒരു സ്ഥലത്ത് വെച്ച് ആ കടുവ കുറച്ച് പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തേക്ക് കയറുകയും അവിടെ വെച്ച് എനിക്ക് ആ കടുവയുടെ ട്രാക്ക് നഷ്ടമാകുകയുമായിരുന്നു ചെയ്തത്. അവിടെ നടന്ന ഈ സംഭവത്തിന് ശേഷം അവിടുത്തെ ആളുകൾ അത്യാവശ്യത്തിന് വേണ്ടി മാത്രമാണ് പിന്നീട് പുറത്തിറങ്ങിയിരുന്നത്. അവിടുത്തെ എല്ലാ ആളുകളുടെയും മനസ്സിൽ ഭയമായിരുന്നു. കാരണം നേരത്തെ ഒറ്റയ്ക്ക് പോകുന്ന ആളുകളെ മാത്രമായിരുന്നു ആ കടുവ ആക്രമിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ കടുവയുടെ തന്ത്രങ്ങൾ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ജനക്കൂട്ടത്തിലേക്കും കയറി ആ കടുവ ആക്രമിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അത് ആളുകളെ വല്ലാതെ ഭയത്തിലാഴ്ത്തി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് വീണ്ടും ആ നരഭോജിയായ കടുവയുടെ യാതൊരു വിവരവും കോർബറ്റിന് ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ തേടി മറ്റൊരു വാർത്ത എത്തിയത്. ഇത്തവണ ഡെൽക്കാണയിൽ നിന്നും ആയിരുന്നില്ല ആ കടുവ ആക്രമിച്ച വാർത്ത എത്തിയിരുന്നത്. ഡെൽക്കാണയിൽ നിന്നും 5 മൈൽ അകലെയുള്ള മറ്റൊരു ഗ്രാമത്തിൽ നിന്നുമായിരുന്നു. ലോഹാൽ എന്നായിരുന്നു ആ ഗ്രാമത്തിന്റെ പേര്. അവിടെയാണ് ഇത്തവണ ആ കടുവ ആക്രമണം നടത്തിയിരിക്കുന്നത്. ലോഹാലിൽ നിന്നും ഒരു ഗ്രാമീണൻ കോർബറ്റിനെ കാണുവാൻ വേണ്ടി ഈ വാർത്ത കൊണ്ട് അവിടെ ഓടിയെത്തുകയായിരുന്നു. കോർബറ്റിനെ കാണുകയും കടുവയുടെ ആക്രമണത്തെപ്പറ്റി കോർബറ്റിനോട് പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞിതാണ്, വളരെ വേഗം നിങ്ങൾ ഞങ്ങൾക്കൊപ്പം വരികയാണെങ്കിൽ ആ കടുവയെ കൊലപ്പെടുത്തുവാൻ സാധിക്കും. എനിക്ക് ലോഹയിലേക്ക് പോകാനുള്ള കുറുക്കു വഴികളെല്ലാം അറിയാം, നിങ്ങൾ എൻ്റെ ഒപ്പം വരണം. ഇതായിരുന്നു അദ്ദേഹം കോർബറ്റിനോട് അഭ്യർത്ഥിച്ചത്. കോർബറ്റ് അവിടെ നിന്നും കുറച്ച് ഗ്രാമീണരെയും കൂട്ടി ലോഹയിലേക്ക് പുറപ്പെട്ടു. കോർബറ്റ് പറയുന്നത് പ്രകാരം അവിടേക്കുള്ള യാത്ര അത്ര സുഖകരമൊന്നും ആയിരുന്നില്ല. കഠിനമായ യാത്രയായിരുന്നു ലോഹയിലേക്ക് ഉണ്ടായിരുന്നത്.
കുത്തനെയുള്ള കയറ്റവും കുത്തനെയുള്ള ഇറക്കവും പിന്നീട് കുത്തനെയുള്ള കയറ്റവുമായിരുന്നു. ലോഹോ ഒരു മലയുടെ മുകളിലുള്ള ചെറിയൊരു ഗ്രാമമാണ്. കൃത്യമായി പറഞ്ഞാൽ 2 മണിക്കൂറോളം സഞ്ചരിച്ചതിന് ശേഷമാണ് ലോഹോ എന്ന ആ ചെറിയ ഗ്രാമത്തിൽ കോർബറ്റ് എത്തിച്ചേർന്നത്. വീണ്ടും അവിടെ നിന്ന് കുറച്ചുകൂടിയുള്ള ഉയരമുള്ള സ്ഥലത്തേക്ക് കോർബറ്റിനെ കൊണ്ടുപോകുകയും അവിടെ നിന്നും താഴേക്ക് 3 മൈൽ അകലത്തിൽ കടുവയുടെ ആക്രമണം നടന്ന പ്രദേശം ആ ദൂതൻ കാണിച്ചു കൊടുക്കുകയുമായിരുന്നു ചെയ്തത്. കോർബറ്റ് ഇപ്പോൾ നിൽക്കുന്നത് മലയുടെ മുകളിൽ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശത്താണ്. അടുത്തായി ഒരു ഷെൽട്ടർ കാണാം. അതൊരു പഴയ കെട്ടിടത്തിന്റെ അവശിഷ്ടമാണ്. കോർബറ്റ് കൊണ്ടുവന്ന വഴികാട്ടിയോട് ചോദിച്ചു, ഇത് എന്തിന്റെ ഷെൽട്ടറാണ്? ഇത് ആരുടേതാണ്? വഴികാട്ടി കോർബറ്റിനെ ഒന്ന് നോക്കുകയും ആ കഥ കോർബറ്റിനോട് പറയുകയും ചെയ്തു. ഇത് മറ്റൊരു ഗ്രാമത്തിൽ നിന്നും ഇവിടേക്ക് കുടിയേറി പാർത്ത ഒരാളുടേതാണ്. അയാളുടെ പേര് ഫോർട്ടിയ എന്നാണ്. ഒരു ഇടയനാണ്. ധാരാളം ആടുകൾ അയാൾക്കുണ്ടായിരുന്നു. അതുകൂടാതെ അയാൾക്ക് ഒരു പ്രിയപ്പെട്ട നായയും ഉണ്ടായിരുന്നു. ഇവിടേക്ക് ഞങ്ങളെല്ലാം വന്നാൽ വലിയ കാര്യമാണ്. അയാൾ നല്ല രീതിയിൽ തന്നെയാണ് ആടുകളെ മേയ്ക്കുവാൻ കൊണ്ടുപോകുന്നതും തിരികെ ഇവിടേക്ക് കൊണ്ടെത്തുന്നതും. ആർക്കും പരാതിയോ ഒന്നും അയാൾ ഇതുവരെയും ഉണ്ടാക്കിയില്ല. എന്നാൽ വളരെ പെട്ടെന്ന് ഒരിക്കൽ ഗ്രാമത്തിലെ ആളുകളുടെ കൃഷിയിടങ്ങളിലേക്ക് തൻ്റെ ആടുകൾ മേയാൻ വരുന്നു. കൃഷിയെല്ലാം നശിപ്പിക്കുന്നു. പരാതിയായി ഇവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ ഇയാളെ കാണാൻ വേണ്ടി ഈ മലയുടെ മുകളിൽ ഷെൽട്ടറിലേക്ക് എത്തുമ്പോൾ ആ ഷെൽട്ടർ ശൂന്യമായിരുന്നു. അയാളെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അയാളുടെ പ്രിയപ്പെട്ട നായ അയാളുടെ വീടിന് മുന്നിൽ, അതായത് ഈ ഷെൽട്ടറിന് മുന്നിലെ ഈ കുറ്റിയിൽ ചത്ത് കിടക്കുന്നു. ആരോ കൊലപ്പെടുത്തിയ രീതിയിലായിരുന്നു ആ നായ അവിടെ കിടന്നിരുന്നത്. ധാരാളം രക്തം അതിന് ചുറ്റും കാണാം. അതോടെ അവിടെ എത്തിയ ഗ്രാമീണർക്ക് പന്തികേട് മനസ്സിലായി. ഫൂട്ടോയ്ക്ക് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു. ആരോ അദ്ദേഹത്തെ കൊന്നിരിക്കുന്നു. അവിടുത്തെ ആളുകൾ ഒരുമിച്ച് തിരച്ചിൽ നടത്തി. അങ്ങനെ തിരഞ്ഞിരഞ്ഞ് ആളുകൾ പോയപ്പോൾ അടുത്തുള്ള ഒരു ഓക്കുമരത്തിന്റെ ചുവട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ തലയോടും കുറച്ച് അസ്ഥികഷ്ണങ്ങളും കീറിയ തുണികളും അവിടുത്തെ ആളുകൾ കണ്ടെത്തി. ഇതായിരുന്നു ആ ജോഗർ കടുവയുടെ ആദ്യത്തെ മനുഷ്യയില്ല. കോർബറ്റ് ആ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് നോക്കി. 1 മൈൽ ദൂരം തൻ്റെ കൂടെ വന്ന ആളുകൾ കടുവ ഇരയെ വലിച്ചു കൊണ്ടുപോയി ഇട്ട സ്ഥലം കാട്ടിക്കൊടുത്തു. കുത്തനെയുള്ള ഇറക്കമാണ്. അപകടകരമായ സ്ലൈഡിലൂടെ വേണം പതുക്കെ ഇറങ്ങി താഴേക്ക് പോകുവാൻ, അതായത് അവിടേക്ക് പോകുവാൻ. പോകുന്ന വഴിയിൽ വിശാലമായ പുൽമേടുകളും മറ്റുമെല്ലാം ഉണ്ട്. അതിസാഹസികമായി വേണം അതുവഴി കടന്നു പോകുവാൻ. കോർബറ്റിന്റെ കൂടെ അവിടേക്ക് വന്ന ആ ദൂതന്റെ കൂടെ കോർബറ്റ് ആ വഴിയിലൂടെ ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആ കോർബറ്റും ആ ഗ്രാമീണനും കൂടി ആ പുൽമേട് നിറഞ്ഞ പ്രദേശത്തു കൂടി ആ സ്ലൈഡിലൂടെ, ആ ചരിവിലൂടെ പതുക്കെ താഴേക്ക് ഇറങ്ങുന്നു. സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകുന്നു. കോർബറ്റിന് അതുവഴി നടന്നു പോകുമ്പോൾ വല്ലാത്ത ഒരു ഭയം തോന്നിയിരുന്നു. തന്നെ ആരോ പിന്തുടരുന്നത് പോലെ ഒരു തോന്നലായിരുന്നു കോർബറ്റിന് ആ സമയം ഉണ്ടായിരുന്നത്. പ്രദേശത്ത് ഒരു നരഭൂജിയായ കടുവ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അത് കോർബറ്റിന് ഉറപ്പാണ്. കാരണം അതിൻ്റെ കുഞ്ഞിനെ കോർബറ്റ് നേരത്തെ വെടിവെച്ച് കൊന്നിരുന്നു. എങ്കിലും തൻ്റെ മനസ്സിലിരുന്ന് ആരോ തന്നോട് പറയുന്നുണ്ട്. എവിടെയോ ഇരുന്ന് ആരോ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്, തന്നെ പിന്തുടരുന്നുണ്ട്. കോർബറ്റിനെ അത് വല്ലാതെ തോന്നുകയും ചെയ്യുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ചുറ്റും ഏകാന്തത, നിശബ്ദത, അവിടേക്ക് വീശിയടിക്കുന്ന കാറ്റിൽ ഇളകിയാടുന്ന പുൽമേടുകൾ, അതിൻ്റെ ശീൽക്കാര ശബ്ദങ്ങൾ. കോർബറ്റ് തൻ്റെ കൂടെ വന്ന ആ ഗ്രാമീണനോട് മുന്നിൽ നടക്കുവാൻ പറഞ്ഞു. തൻ്റെ തോളിൽ തൂക്കിയിട്ട റൈഫിൾ എടുത്ത് കയ്യിലേക്ക് പിടിച്ചു. അതിൻ്റെ ട്രിഗറിൽ കൈവച്ചു. സേഫ്റ്റി ക്യാപ്പ് റിമൂവ് ചെയ്തു. ഏത് നിമിഷവും നിറയൊഴിക്കാൻ പറ്റുന്ന പാകത്തിനായിരുന്നു തോക്ക് പിടിച്ചിരുന്നത്. കോർബറ്റ് സംഭവം നടന്ന സ്ഥലത്തേക്ക് ചെന്നു. ആ സഹായി പറഞ്ഞതുപോലെ തന്നെ അവിടെ ചുറ്റുപാടും ഒരു തെളിവിന് വേണ്ടി കോർബറ്റ് അരിച്ചു പെറുക്കി. എന്നാൽ കടുവയുടെ കാലടയാളങ്ങളോ മറ്റടയാളങ്ങളോ ഒന്നും അവിടെ കണ്ടെത്തുവാൻ കോർബറ്റിന് കഴിഞ്ഞില്ല. തികഞ്ഞ നിരാശയോടെ തന്നെ അവിടെ നിന്നും കോർബറ്റ് ഗ്രാമത്തിലേക്ക് തിരിച്ചു. ലോഹാലി എന്ന ഗ്രാമത്തിലേക്കായിരുന്നു കോർബറ്റും ആ ഗ്രാമീണനും ചെന്നത്. ലോഹാലിക്കാരനായിരുന്നല്ലോ ആ ഗ്രാമീണൻ. 5-6 കുടിലുകൾ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമമായിരുന്നു ലോഹാലി. ഞാൻ കഥ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ പ്രദേശത്ത് അങ്ങനെ ചില ഗ്രാമങ്ങളുണ്ട് എന്ന്. വിരലിലെണ്ണാവുന്ന കുടിലുകൾ മാത്രമുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങൾ. അങ്ങനെ കോർബറ്റ് ആ ഗ്രാമത്തിലെത്തി. ലോഹാലി എന്ന ആ കൊച്ചു ഗ്രാമത്തിൽ അവിടെ ഉണ്ടായിരുന്ന കുടിലുകളിൽ ഒരു കുടിലിന് മുന്നിൽ അവിടുത്തെ ഗ്രാമത്തിലെ ആളുകളെല്ലാം തടിച്ചു കൂടിയിരിക്കുന്നു. അവിടെ ഒരു വൃദ്ധനെയും കോർബറ്റിനെ കാണാനായി. അവിടേക്ക് നടന്നു വരുന്ന കോർബറ്റിനെ കണ്ടപ്പോൾ തന്നെ ഗ്രാമീണർ കോർബറ്റിന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. കാരണം അവർക്കെല്ലാം അറിയാമായിരുന്നു കോർബറ്റിനെ കടുവയെ വേട്ടയാടുവാൻ വന്ന വേട്ടക്കാരനാണ് എന്ന്. അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന വൃദ്ധൻ ഓടി വന്ന് കോർബറ്റിന്റെ കാലിൽ വീണ് കരയുവാൻ തുടങ്ങി. ഹുസൂർ, ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് കരയുവാൻ തുടങ്ങി. ആ വൃദ്ധന്റെ കണ്ണുനീർ കോർബറ്റിന്റെ മൂട്ടുകളിലേക്ക് വീണു. ആ വൃദ്ധനെ പതുക്കെ കോർബറ്റ് പിടിച്ചുയർത്തി സമാധാനത്തിൽ ഒരിടത്ത് ഇരുത്തി.
കാര്യം എന്താണെന്ന് വൃദ്ധനോട് ചോദിച്ചു. അവിടെ നടന്ന സംഭവം എന്താണെന്നും വൃദ്ധൻ കോർബറ്റിന് വിശദീകരിച്ചു കൊടുത്തു. ഇപ്പോൾ കടുവയുടെ ഇരയായി തീർന്നത് ആ വൃദ്ധന്റെ മകളാണ്. അവൾ വിധവയാണ്. ഭർത്താവ് എപ്പോഴോ മരിച്ചു പോയതാണ്. ആ വൃദ്ധനായ ഗ്രാമീണന് ഏക ആശ്രയം അദ്ദേഹത്തിന്റെ മകൾ മാത്രമായിരുന്നു. ഇപ്പോൾ അവൾ വനത്തിലേക്ക് വിറകുകളും മറ്റും ശേഖരിക്കുവാൻ വേണ്ടി പോയതായിരുന്നു സാഹിബ്. ഇവിടുന്ന് 150 മീറ്റർ അകലെ ഒരു ചെറിയ അരുവി കടന്നു പോകുന്നുണ്ട്. ഗ്രാമത്തിൽ നിന്നുമുള്ള പെണ്ണുങ്ങളും മറ്റും അവിടേക്കാണ് തുണി അലക്കാനും വെള്ളം ശേഖരിക്കുവാനും മറ്റും പോകുന്നത്. ആ അരുവിക്കപ്പുറം കുത്തനെയുള്ള മലയാണ്. അതിൻ്റെ തട്ടുകളിലായി കൃഷിയിടങ്ങളുമുണ്ട്. വിറക് ശേഖരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തൻ്റെ മകളെ കടുവ ആക്രമിച്ചു. അവളുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടുകൊണ്ട് അരുവിയിൽ തുണി അലക്കിക്കൊണ്ടിരുന്ന സ്ത്രീകൾ അവിടേക്ക് ചെന്നു. അവർ അങ്ങ് ദൂരെ നിന്നും ആ കാഴ്ച കണ്ടു. തൻ്റെ മകളെ ഒരു കടുവ കടിച്ചെടുത്തുകൊണ്ട് അടുത്തുള്ള കുത്തിക്കാട്ടിലേക്ക് മറയുന്നത്. ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുവാൻ മാത്രമേ അവിടേക്ക് ചെന്നവർക്ക് കഴിയുകയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ആ കൃഷിയിടത്തിൽ നിന്നുമുള്ള ആളുകളും അവിടേക്ക് എത്തിയിരുന്നു. എന്നാൽ അവരാരും തന്നെ ആ പെൺകുട്ടിയെ രക്ഷിക്കുവാൻ അവിടേക്ക് പോയില്ല. അവർ കൂവി വിളിക്കുക മാത്രമാണ് ചെയ്തത്. അതെന്തിനാണ് അങ്ങനെ കൂവി വിളിക്കുന്നതെന്ന് നമ്മൾ കഥയുടെ തുടക്കത്തിൽ, അതായത് പാർട്ട് 1-ൽ പറഞ്ഞിട്ടുണ്ട്. അതെ, മറ്റ് ഗ്രാമങ്ങളിലെ ആളുകളെ കൂടി ഈ വിവരം അറിയിക്കുവാൻ വേണ്ടി. ആ വൃദ്ധൻ അവിടെ നിന്ന് പൊട്ടി കരയുവാൻ തുടങ്ങി. അങ്ങനെ ആ സംഭവം കേട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഗ്രാമത്തിൽ നിന്നും 150 മീറ്റർ അകലത്ത് നിന്നും, അതായത് അരുവിയുടെ തീരത്തു നിന്നും ഒരു വല്ലാത്ത ശബ്ദം ഉയർന്നു കേട്ടത്. ആ ശബ്ദം എൻ്റെയും ഗ്രാമത്തിലെ ആളുകളുടെയും ശ്രദ്ധ അവിടേക്ക് പിടിച്ചു. കോർബറ്റും ഗ്രാമത്തിലെ ആളുകളും ആ അരുവിയുടെ തീരത്തേക്ക്, അതായത് ആ പുഴയുടെ തീരത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവരുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു അവർ അവിടെ കണ്ടത്. അതെ, നേരത്തെ കടുവ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയപ്പെടുന്ന ആ കുട്ടി, ആ സ്ത്രീ ആ അരുവിയുടെ തീരത്ത് കിടക്കുന്നു. അവളിപ്പോൾ അബോധാവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഇഴയുകയാണ്. ഗ്രാമത്തിലെ ആളുകളും കോർബറ്റും വളരെ വേഗം തന്നെ അവളുടെ അരികിലേക്ക് പോകുകയും അവളെ എടുത്തുകൊണ്ട് ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അവൾ പതിയെ നടന്ന സംഭവം എന്താണെന്ന് പറഞ്ഞു. അവൾ ആ മലമടക്കുകളിൽ നിന്നും വിറക് ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് തൻ്റെ പിന്നിലൂടെ വരുന്ന കടുവയെ അവൾ കണ്ടത്. അവൾക്ക് ഓടുവാൻ മറ്റു വഴികളൊന്നുമില്ലാതെ ഉയരമുള്ള സ്ഥലത്ത് നിന്നും താഴേക്ക് എടുത്തു ചാടി. എന്നാൽ അവൾ താഴെ എത്തുന്നതിന് മുന്നേ തന്നെ കടുവ അവളെ വായുവിൽ വെച്ച് തന്നെ പിടികൂടി അടുത്തുണ്ടായിരുന്ന കുറ്റിക്കാടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ തന്നെ അവളുടെ ബോധവും പോയി മറഞ്ഞിരുന്നു. പിന്നെ അവിടെ എന്താണ് ഉണ്ടായതെന്ന് അവൾക്ക് ഓർമ്മയില്ല. പിന്നീട് ഓർമ്മ വന്നപ്പോൾ അവൾ അവിടെ നിന്നും ഇഴഞ്ഞ് അരുവിയുടെ തീരത്തേക്ക് വരികയായിരുന്നുവെന്നും പറഞ്ഞു. കോർബറ്റ് ആ പെൺകുട്ടിയെ ഒന്ന് പരിശോധിച്ചു. ധാരാളം മുറിവുകളും രക്തം കട്ട പിടിച്ചും കിടക്കുന്നു. മുഖത്തും തലയിലും ആഴമുള്ള മുറിവുകൾ, കഴുത്തിലും ശരീരത്തിലും മുറിവുകൾ വേറെ. രക്തം നല്ലപോലെ ഒലിച്ചിറങ്ങുന്നുണ്ട്. സെപ്റ്റിക് ആകുവാൻ സാധ്യത ഏറെയാണ്. കോർബറ്റ് തൻ്റെ മനസ്സിൽ ഇതെല്ലാം മന്ത്രിച്ചു. തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു തുണിയെടുത്ത് ആ രക്തം മുഴുവൻ തുടച്ചു മാറ്റി പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി കൊണ്ട് വീണ്ടും ഒന്നുകൂടി തുടച്ച് വൃത്തിയാക്കി കൊടുത്തു. അപ്പോഴേക്കും പതിയെ വീണ്ടും അവളുടെ ബോധം പോകുവാൻ തുടങ്ങി. അവളിപ്പോൾ അർദ്ധബോധാവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. കോർബറ്റിന് ഒരു കാര്യം അറിയാം, ഇന്നത്തെ രാത്രി അവൾ താണ്ടില്ല. കാരണം നല്ല ആഴത്തിലുള്ള മുറിവുകൾ തന്നെയാണ് അവളുടെ ശരീരത്തിൽ പതിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം രക്തവും നഷ്ടമായിരിക്കുന്നു. കോർബറ്റിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ കോർബറ്റ് അന്നത്തെ രാത്രി അവിടെ കഴിയാമെന്ന് തീരുമാനിച്ചു. കാരണം ഇനിയും തിരികെ പോകുവാൻ കഴിയില്ല. ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോഴേക്കും ഇരുട്ട് വന്ന് മൂടും. നരഭോജിയായ ഒരു കടുവ കറങ്ങി നടക്കുന്ന വനം കൂടിയാണ്. അതിനാൽ തന്നെ കോർബറ്റ് അന്നത്തെ രാത്രി ആ ഗ്രാമത്തിൽ തന്നെ കഴിച്ചു കൂട്ടുവാൻ തീരുമാനിച്ചു. അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ പൂജയും മറ്റും ചെയ്യുന്ന ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു അവിടെ. അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ നിർമ്മിതിയും ഉണ്ടായിരുന്നു. അന്നത്തെ രാത്രി അവിടെ കഴിച്ചു കൂട്ടാമെന്ന് ഗ്രാമീണർ കോർബറ്റിനോട് പറഞ്ഞത് പ്രകാരം കോർബറ്റ് അന്നത്തെ രാത്രിയിൽ അവിടെ തങ്ങി. തുറസായ സ്ഥലത്താണ് അത് നിൽക്കുന്നത്. രാത്രി ഏറെ വൈകിട്ടും കോർബറ്റിന് ഉറങ്ങുവാൻ സാധിച്ചില്ല. കാരണം ആ പെൺകുട്ടിയുടെ മുഖമാണ് കോർബറ്റിന്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നത്. രാത്രി കുറച്ചുകൂടി മുന്നിലേക്ക് പോയപ്പോൾ ഗ്രാമത്തിൽ നിന്നും പെണ്ണുങ്ങളുടെ കരച്ചിൽ അദ്ദേഹത്തിന്റെ കാതുകളിലേക്ക് വന്നെത്തി. അതെ, നേരത്തെ കടുവയുടെ ആക്രമണത്തിന് ഇരയായ പെൺകുട്ടി മരിച്ചിരിക്കുന്നു. കടുവ ഭക്ഷിച്ചില്ലെങ്കിൽ പോലും ഒരു ജീവൻ കൂടി എടുത്തിരിക്കുന്നു. നേരം പുലർന്നപ്പോൾ തന്നെ കോർബറ്റ് ആ ഗ്രാമത്തിലേക്ക് ചെന്നു. അതായത് ആ വൃദ്ധന്റെ കുടിലിലേക്ക്. ആളുകളെല്ലാം അവിടെ തടിച്ചു കൂടിയിരിക്കുന്നു. ആ വൃദ്ധൻ വല്ലാതെ നിലവിളിച്ച് കരയുകയാണ്. എൻ്റെ മോളെ, എൻ്റെ മോളെ എന്ന് പറഞ്ഞ്. ആ വൃദ്ധനെ ഒറ്റയ്ക്കാക്കിയിട്ട് ആ കുട്ടി എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു പോയി.
ഗ്രാമത്തിലെ ആളുകളുടെ കണ്ണുകളിൽ ഭയം കാണാമായിരുന്നു. കോർബറ്റും ആ പെൺകുട്ടിയുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇന്ന് നടന്ന ഈ സംഭവത്തോടെ കോർബറ്റിന് ഒരു കാര്യം മനസ്സിലായി. അവളുടെ കുട്ടിയുടെ സഹായമില്ലാതെ ഒരിക്കലും ഒരു മനുഷ്യനെ പൂർണ്ണമായി കീഴ്പ്പെടുത്തി കൊല്ലുവാനും ആഹരിക്കുവാനും ആ കടുവയ്ക്ക് കഴിയില്ല. കാരണം ഇപ്പോൾ അത് 2 വട്ടം അവൾ തെളിയിച്ചിരിക്കുന്നു. ആദ്യത്തെ വട്ടം നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ആ കൃഷിയിടത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കടുവ പിടിച്ചുകൊണ്ടുപോയി അവളും ഇതുപോലെ തന്നെ രക്ഷപ്പെട്ടു വന്നു എന്ന്. കോർബറ്റിന്റെ സുഹൃത്ത് കൊടുത്ത ലായനി ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയ ഒരു കുട്ടിയുടെ അമ്മ. അതിനു പുറമെയാണ് ഇപ്പോൾ നടന്ന ഈ സംഭവവും. ഇനി ഉണ്ടാകാൻ പോകുന്ന ആക്രമണങ്ങളിൽ ആളുകൾക്ക് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാകാനാണ് സാധ്യത ഏറെ. മരണനിരക്കിനിയും വളരെ കുറവായിരിക്കും. പിന്നെ ഒട്ടും ആലോചിച്ച് നിന്നില്ല കോർബറ്റ്. വളരെ വേഗം ഒരു തീരുമാനമെടുക്കുകയും സ്ഥലത്തിന്റെ ചുമതലയുള്ള അധികാരികൾക്കും ഗവൺമെന്റിനും ഒരു ടെലിഗ്രാം അയച്ചു. ആ അയച്ച ടെലിഗ്രാമിൽ കടുവയെപ്പറ്റി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ കടുവയുടെ ഭീഷണി നേരിടുന്ന ഗ്രാമങ്ങളിൽ ബാൻഡേജും ആന്റിസെപ്റ്റിക് ലായനിയും എത്രയും വേഗം അവിടുത്തെ ഗ്രാമമുഖ്യന്മാരുടെ കയ്യിൽ കൊടുക്കണമെന്നായിരുന്നു പറഞ്ഞത്. അതുപോലെ തന്നെ അവിടുത്തെ ഗവൺമെന്റ് ചെയ്യുകയും ചെയ്തു. ഇത് പിന്നീട് ധാരാളം പേരുടെ ജീവൻ രക്ഷിക്കുവാൻ ഇടയാക്കുക കൂടി ചെയ്തു. നരഭോജിയായി തീർന്ന ഈ അമ്മ കടുവ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അവളുടെ മകന്റെ സഹായമില്ലാതെ അവൾക്കൊന്നും തന്നെ ചെയ്യുവാൻ സാധിക്കില്ല. എനിക്കുറപ്പാണ് ഈ കാടുകൾ ഇനിയും നിരവധി പേർക്ക് പരിക്കേൽക്കും. ദുരന്തത്തിന്റെ ദിനങ്ങൾ അവസാനിക്കുന്നില്ല, തുടരുക മാത്രമാണ് ചെയ്യുക. ലോഹാലിയിലെ ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം ഡെൽക്കാനയിലേക്ക് കോർബറ്റ് തിരിക്കുന്നു. അതിനു മുന്നേ അവിടുത്തെ ആളുകൾക്ക് ഒരു നിർദ്ദേശം കൂടി നൽകിയിരുന്നു. കടുവയെപ്പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടുകയാണെങ്കിൽ വളരെ വേഗം തന്നെ അറിയിക്കണമെന്നായിരുന്നു ആ വാർത്ത. ലോഹാല എന്ന ഈ ഗ്രാമത്തിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റ് ഗ്രാമങ്ങളിലേക്ക് പോകുവാൻ പ്രയാസമായതുകൊണ്ടാണ് കോർബറ്റ് അവിടെ നിന്നും തിരികെ ഡെൽക്കാന എന്ന ഗ്രാമത്തിലേക്ക് മടങ്ങിയത്. ഡെൽക്കാന എന്ന ഗ്രാമത്തിലേക്ക് മടങ്ങുവാനും ഒരുപാട് കാരണങ്ങൾ കോർബറ്റിനുണ്ടായിരുന്നു. ഒന്നാമത്തെ കാരണം, ഇപ്പോൾ കോർബറ്റ് താമസിക്കുന്നത് ഡെൽക്കാന എന്ന ഗ്രാമത്തിൽ ഒരു ടെന്റ് അടിച്ചാണ്. തൻ്റെ കുറച്ച് സഹായികൾ കൂടി ഡെൽക്കാന എന്ന ഗ്രാമത്തിൽ വന്നിട്ടുണ്ട്. കോർബറ്റിന്റെ സാധന സാമഗ്രികൾ മൊത്തം ഇരിക്കുന്നതും ഡെൽക്കാനയിലാണ്. അങ്ങനെ ഡെൽക്കാനയിൽ എത്തുന്ന കോർബറ്റ് വീണ്ടും ഒരാഴ്ച കൂടി ആ കടുവയ്ക്ക് പിന്നാലെ ഡെൽക്കാനയിൽ തമ്പടിച്ചുകൊണ്ട് നടക്കുന്നു. ഗ്രാമത്തിന്റെ സമീപ പ്രദേശങ്ങൾ മുഴുവൻ ആ കടുവയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നു. നിർഭാഗ്യവശാൽ ആ കടുവ എവിടെയാണെന്ന് പോലുമുള്ള വിവരം കോർബറ്റിന് ലഭിക്കുന്നില്ല. തൻ്റെ മകൻ മരിച്ചതിന് ശേഷം ആ തള്ളക്കടുവ ആകെ ഭയത്തിലാണ്. കടുവ ഇപ്പോൾ അവളുടെ തന്ത്രങ്ങൾ മാറ്റിയിരിക്കുന്നു, അവളുടെ വിഹാര കേന്ദ്രങ്ങളും മാറ്റിയിരിക്കുന്നു. കോർബറ്റ് ഒരുക്കി വെച്ച കെണികളിലൊന്നും അവൾ വീഴുന്നതുമില്ല. ഇനിയും ഒരു പക്ഷേ അവളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കാം അവൾ ഏത് ഭാഗത്താണെന്ന് പോലും തിരിച്ചറിയുവാൻ കഴിയുക. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ നീണ്ടു നിന്ന ഒരാഴ്ചക്കപ്പുറം ഡെൽക്കാന എന്ന ഗ്രാമത്തോട് വിട പറയുവാൻ കോർബറ്റ് തയ്യാറെടുക്കുമ്പോൾ അവിടുത്തെ ഗ്രാമീണർ മുഴുവൻ കോർബറ്റിന്റെ ടെന്റിന് മുന്നിൽ തടിച്ചുകൂടുന്നു. സാഹിബ്, ഞങ്ങളെ ഇത്രയും വലിയ പ്രശ്നത്തിൽ വിട്ടിട്ട് അങ്ങ് ഇവിടെ നിന്നും പോകരുതെന്ന് അവിടുത്തെ ഗ്രാമീണർ കോർബറ്റിനോട് പറയുന്നു. എന്നാൽ കോർബറ്റിന് പോകാതിരിക്കുവാൻ കഴിയുന്നതുമില്ല. അങ്ങനെ ഗ്രാമീണർ ഒരു വ്യവസ്ഥ, ഒരു സഹായം കൂടി കോർബറ്റിനോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് വേട്ടയാടണം, കുറച്ച് വന്യമൃഗങ്ങളെ ഞങ്ങൾക്ക് വേട്ടയാടി തരണം. ഈ ഒരു അപേക്ഷ മാത്രമായിരുന്നു കോർബറ്റിന് മുന്നിൽ ആ ഗ്രാമീണർക്ക് പിന്നെ പറയുവാനുണ്ടായിരുന്നത്. കോർബറ്റ് അതിന് സമ്മതം മൂളുകയും ചെയ്തു. അങ്ങനെ വേട്ടയാടാൻ പോകുവാൻ വേണ്ടി കോർബറ്റിന്റെ കൂടെ 4 പേര് കൂടി ചേർന്നു, 4 ഗ്രാമീണർ. അങ്ങനെ കോർബറ്റും 4 പേരടങ്ങുന്ന ആ സംഘവും വനത്തിലേക്ക് വേട്ടയാടുവാൻ വേണ്ടി പോയി. നമ്മൾ കഥ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിരുന്നു, ഡെൽക്കാന എന്ന ഗ്രാമത്തിന് സമീപത്തു കൂടി ഒരു നദി ഒഴുകുന്ന കാര്യം. നന്ദോർ എന്നാണ്. ഒരു മലയുടെ താഴ്വാരയിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. ഇപ്പോൾ കോർബറ്റും സംഘവും പോകുന്നത് ആ മലയുടെ മുകളിലേക്കാണ്. കാരണം ഘോറൽ എന്ന ആടുവർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ അവിടെ മേയുന്നുണ്ട് ധാരാളമായി. അതിനെയാണ് ഇപ്പോൾ കോർബറ്റും സംഘവും വേട്ടയാടുവാൻ വേണ്ടി പോകുന്നത്. ഘോറൽ എന്നത് ചെറിയ ആടുവർഗത്തിൽപ്പെട്ട മൃഗമാണ്. ബ്ലൂ ഷീപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഹിമാലയൻ മലനിരകളുടെ ഭാഗങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. അങ്ങനെ ആ സംഘം അതിനെ ലക്ഷ്യമാക്കിയാണ് അവിടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കോർബറ്റിന്റെ കൂട്ടത്തിലെ ഒരു ഗ്രാമീണന്റെ മുഖം വളരെ വികൃതമായാണ് ഇരിക്കുന്നത്. കോർബറ്റ് അത് ശ്രദ്ധിച്ചിരുന്നു. അയാളോട് എന്താണ് പറ്റിയതെന്ന് കോർബറ്റ് തിരക്കുക കൂടി ചെയ്തു. ആ ഗ്രാമത്തിലെ ഗ്രാമീണൻ പോകുന്ന വഴിയിൽ ആ കഥ കൂടി കോർബറ്റിനോട് പറയുന്നുണ്ട്. ആ കഥ ഇതാണ്. 4 വർഷം മുന്നേ അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവം. താനും തൻ്റെ മകനും കൂടി അടുത്തുള്ള മലയിലേക്ക് പുല്ലുകൾ ശേഖരിക്കുവാൻ വേണ്ടി പോയതായിരുന്നു. എൻ്റെ മകനും ഞാനും അവിടെ പുല്ലുകളെല്ലാം മരിഞ്ഞ് കിട്ടുന്നതിന് കൂട്ടത്തിലാണ് ആ കടുവ ഞങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഉഗ്രമായി ഗർജിച്ചുകൊണ്ട് ആ കടുവ എന്നെ ആക്രമിച്ചു.
എനിക്ക് മുകളിലേക്ക് അവൻ ചാടി വീണു. എൻ്റെ മുഖത്തും കഴുത്തിലും അവൻ ആഞ്ഞു കടിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ മകൻ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവനൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. അവൻ ഉച്ചത്തിൽ കരയുക മാത്രമാണ് ചെയ്തത്. അവൻ്റെ കരച്ചിൽ ആ കടുവ ഒന്ന് ഗൗനിക്കുക പോലും ചെയ്തില്ല. ഇപ്പോൾ ഞാനും കടുവയും കിടക്കുന്നത് ആ മലയിലെ ചരിഞ്ഞ പ്രദേശത്താണ്. കടുവ എൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. എൻ്റെ താടിയിലും കഴുത്തിലും അവൻ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. ആ സമയം എൻ്റെ കാലുകൾ ഉണ്ടായിരുന്നത് കടുവയുടെ വയറ്റിലും. എനിക്ക് എന്ത് ചെയ്യണമെന്ന് യാതൊന്നും അറിയില്ല. ഞാൻ നിലത്ത് കിടക്കുകയാണ്. ജീവന് വേണ്ടി പിടയുകയാണ്. ഒരു നിമിഷം ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടു. അപ്പോഴാണ് എനിക്കൊരു ആശയം തോന്നിയത്. അടുത്ത് കിടന്ന ഒരു മരത്തിൻ്റെ വേരിൽ ഞാൻ മുറുകെ പിടിച്ചു. ശക്തിയായി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് കടുവയെ വയറ്റിൽ ചവിട്ടി പുറകോട്ട് തള്ളി മാറ്റി. ആ ചവിട്ട് ശരിക്കും ആ കടുവ കേട്ടിരുന്നു. കാരണം മലയുടെ ചരിവിലായതുകൊണ്ട് തന്നെ കടുവ ദൂരേക്ക് തെറിച്ചു പോയി. അവൻ പോയി വീണത് മലയുടെ ചെരുവുകളിലേക്കായിരുന്നു, പാറക്കല്ലുകളിലേക്കായിരുന്നു. പിന്നീട് എനിക്കരികിലേക്ക് ആ കടുവ വന്നില്ല. ഭയന്ന് ദൂരേക്ക് ഓടിയകന്നു. എന്നാൽ അവൻ്റെ നഖവും പല്ലുകളും എൻ്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിച്ചു കഴിഞ്ഞിരുന്നു. എൻ്റെ മകൻ്റെ ധോത്ത് കീറി ഞാൻ എൻ്റെ കഴുത്തിലും മുഖത്തും കെട്ടി. രക്തത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിച്ചു. കരയുന്ന മകൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ പതിയെ ഗ്രാമത്തിലേക്ക് നടന്നു. മരിച്ചു പോകുമെന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ കാണണമെന്ന് ഞാൻ അവനോട് ആവശ്യപ്പെട്ടു. എൻ്റെ വീട്ടുകാരും ഗ്രാമീണരും എൻ്റെ അരികിലേക്ക് ഓടിയെത്തി, കൂടെ എൻ്റെ സുഹൃത്തുക്കളും. അവരെല്ലാം എന്നോട് ഹോസ്പിറ്റലിൽ പോകുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അതുവരെയും മരിച്ചു പോകുമെന്ന് ഉറപ്പിച്ച് ഞാൻ ആശുപത്രിയിൽ പോകുവാൻ തയ്യാറായില്ല. നല്ലപോലെ ദാഹിച്ചുകൊണ്ട് ഞാൻ വെള്ളം ആവശ്യപ്പെട്ടു. എൻ്റെ മകൻ ഓടി എനിക്ക് വെള്ളം കൊണ്ടു തന്നു. അത് ഞാൻ കുടിച്ചു. എൻ്റെ കഴുത്തിലെ മുറിവിലൂടെ ആ വെള്ളം പുറത്തേക്ക് പോകുന്നത് അവരെല്ലാം കണ്ടതാണ്. അതെ, മരണം എൻ്റെ മുഖാമുഖം കളിയാടുകയായിരുന്നു ആ സമയം. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞ് എൻ്റെ ശരീരത്തുണ്ടായ മുറിവുകൾ പതിയെ പതിയെ ഉണങ്ങുവാൻ തുടങ്ങി. ഞാൻ ജീവിതത്തിലേക്ക് പതിയെ പതിയെ പിച്ച വെച്ച് വന്നു. എൻ്റെ തലയിലും മുഖത്തും ഉണ്ടായ മുറിവുകൾ പൂർണ്ണമായും ഉണങ്ങി. എൻ്റെ ശരീരം ശോഷിക്കുകയും എൻ്റെ തലമുടികൾ നരയ്ക്കുകയും ചെയ്തു. ഞാൻ ജീവിതത്തിലേക്ക് കടന്നു വന്നെങ്കിലും എൻ്റെ മുഖം വികൃതമായിരുന്നു. ആ ഗ്രാമീണൻ കോർബറ്റിനോട് ഇതുകൂടി പറഞ്ഞു. അത് സാധാരണ ഒരു കടുവയായി എനിക്ക് തോന്നുന്നില്ല. ദുരാത്മാക്കൾ കടന്നുകൂടിയ ഒരു കടുവയാണ്. എന്നാൽ നിങ്ങൾ അതിനേക്കാൾ വലിയ ശക്തനാണ് സാഹിബ്. കാരണം നിങ്ങൾ 3 ദിവസവും 3 രാത്രിയും ഒറ്റയ്ക്ക് ആ വനത്തിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ദുരാത്മാക്കളെക്കാൾ ശക്തിയുള്ള എന്തോ ഒരു ശക്തി നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ടാണ് ആ കടുവയ്ക്ക് നിങ്ങളെ കൊല്ലുവാൻ സാധിക്കാത്തത്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് അയാൾ ഒന്ന് ചിരിച്ചു. ഞങ്ങളെ വഴികാട്ടിക്കൊണ്ട് ആ മലയിലേക്ക് കൊണ്ടുപോയി. ആ മലമുകളിലേക്കുള്ള കയറ്റം അതികഠിനമായിരുന്നു. എന്നാൽ വഴികാട്ടിയായി മുന്നിൽ നടന്ന ആ ഗ്രാമീണൻ മാത്രം ക്ഷീണിച്ചിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് അല്പസമയം ഞങ്ങൾ വിശ്രമിച്ചു. വീണ്ടും ആ മലമുകളിലേക്കുള്ള യാത്ര തുടർന്നു. അങ്ങനെ അവസാനം ആ പാറക്കെട്ടുകൾക്ക് പിന്നിലായി കോർബറ്റും സംഘവും പതിയിരുന്നു. ഗോറലാടുകൾ പാറക്കെട്ടുകൾക്ക് മുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് കാത്താണ് അവർ അവിടെ നിൽക്കുന്നത്. അങ്ങനെ പാറക്കെട്ടുകൾക്ക് മുകളിലേക്ക് അവ വന്നാൽ അവയെ വെടിവെച്ചിടുവാൻ കോർബറ്റും തയ്യാറായിരുന്നു. അങ്ങനെ കുറച്ചു സമയം അവിടെ കാത്തിരുന്നപ്പോഴേക്കും പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും ആടുകൾ പതിയെ പതിയെ ആ പാറക്കല്ലുകൾക്ക് മുകളിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. കോർബറ്റ് ഒരാടിന്റെ നേരെ തൻ്റെ തോക്ക് ചൂണ്ടുകയും വെടിയുതിർക്കുകയും ചെയ്തു. കൃത്യമായി തിര ആടിന്റെ ശരീരത്തെ തറച്ചു കയറി അത് പാറക്കല്ലുകളിൽ നിന്നും മുകളിൽ നിന്നും താഴേക്ക് വീണു. അതിൻ്റെ തൊട്ടടുത്ത് നിന്ന അടുത്ത ഒരു ആട് വെടിയുടെ വലിയ ശബ്ദം കേട്ടുകൊണ്ട് തൊട്ടടുത്ത പാറയ്ക്ക് മുകളിലേക്ക് ചാടുകയും അവിടെ നിന്നും മുകളിലേക്ക് ഓടിപ്പോകുവാനും തുടങ്ങിയ സമയം കോർബറ്റ് വളരെ വേഗം അടുത്ത തിരയും പായിച്ചു. അതും കൃത്യമായി അടുത്ത ബ്ലൂ മൂൺ ഷീപ്പിന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറി. പാറക്കെട്ടിന്റെ മുകളിൽ നിന്നും താഴേക്ക് അത് ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടു വീണു. അത് വന്നു വീണത് കന്നുകാലി പാതയിലേക്കായിരുന്നു. അതെ, ആളുകൾ പോകുന്ന കന്നുകാലി പാതയിലേക്ക്. കോർബറ്റും സംഘവും പാറക്കെട്ടിന്റെ പിന്നിൽ നിന്നും പുറത്തേക്ക് വരികയും അവർ വെടിവെച്ചിട്ട ഗോറൽ ആടുകളുടെ അരികിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്ന സമയമാണ് ആ കാഴ്ച അവർ കണ്ടത്. പാറക്കെട്ടിന്റെ വിടവിൽ നിന്നും എവിടെ നിന്നോ ഒരു കരടി അവസാനമായി കോർബറ്റ് വെടിവെച്ചിട്ട ആടിന്റെ അരികിലേക്ക് നടന്നെത്തുന്നു. നടന്നെത്തുക മാത്രമായിരുന്നില്ല ആ കരടി ചെയ്തത്, അത് മണം പിടിക്കുകയും അതിനെ കടിച്ചുകൊണ്ട് പോകുവാൻ തുനിയുകയും ചെയ്തു. കോർബറ്റ് ഒട്ടും സമയം പാഴാക്കിയില്ല. അവിടെ നിന്ന കരടിക്ക് നേരെയും വെടിയുതിർത്തു. കൃത്യം കരടിയുടെ നെഞ്ചിലേക്കായിരുന്നു കോർബറ്റ് തന്റെ തോക്കിന്റെ കുഴൽ ചൂണ്ടി വെടിയുതിർത്തത്. എന്നാൽ ആ സമയം കരടി ഒന്ന് എഴുന്നേൽക്കുകയും തിരവന്ന് തറച്ചു കയറിയത് കരടിയുടെ വയറ്റിലുമായിരുന്നു. ശരിക്കും
അത് കരടി പ്രതീക്ഷിച്ചിരുന്നില്ല. വേദനയും അത്ഭുതവും കരടിക്ക് ഒരുപോലെ തോന്നി. വെടിവന്ന ഭാഗത്തേക്ക് കരടി നോക്കി. താൻ കടിച്ചു പിടിച്ചിരുന്ന ആടിനെ കുടഞ്ഞ മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. കരടിയുടെ വായിൽ നിന്നും ആ ആട് ദൂരേക്ക് തെറിച്ചു പോകുന്നത് കോർബറ്റും സംഘവും അത്ഭുതത്തോടെ തന്നെ നോക്കി നിന്നു. കരടി ഇപ്പോൾ ദേഷ്യത്തിലാണ്. അവൻ 2 കാലുകളിൽ ഉയർന്നു നിന്നുകൊണ്ട് കോർബറ്റിനെയും സംഘത്തെയും രൂക്ഷമായി നോക്കി. അവർക്ക് നേരെ ചാർജ് ചെയ്തു വന്നു. കോർബറ്റിന്റെ കയ്യിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ഒരു തിര മാത്രമാണ്. കോർബറ്റ് ഇപ്പോൾ തന്റെ തോക്ക് ചൂണ്ടി നിൽക്കുന്നത് ആ ഓടി വരുന്ന കരടിക്ക് നേരെയാണ്. വശമില്ലാത്ത രീതിയിലാണ് കോർബറ്റ് അവിടെ നിന്നിരുന്നത്. എങ്കിലും അദ്ദേഹം ആവുന്നതുപോലെ ആ കരടിക്ക് നേരെ വെടിയുതിർത്തു. ആ തിരയും ലക്ഷ്യം തെറ്റുന്നു. കരടിക്ക് ഭാഗ്യമുണ്ട്. കരടിയുടെ 2 കാലുകൾക്കിടയിലൂടെ ആ തിര ദൂരേക്ക് പോകുന്നു. വെടിയൊച്ച ആ മലമ്പ്രദേശത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നു. ശരിക്കും ആ കരടി ഒന്നും ഭയന്നു. അവിടെ നിന്നും അവൻ ദൂരേക്ക് ഓടിയെത്തുന്നു. കരടി നിന്ന ഭാഗത്തേക്ക് കോർബറ്റും സംഘവും ഓടിയെത്തി. കരടിക്ക് സാമാന്യം നല്ല രീതിയിൽ തന്നെ പരുക്ക് പറ്റിയെന്ന് അവിടെ നിന്നും കോർബറ്റിന് മനസ്സിലായി. കാരണം സാമാന്യം നല്ല രീതിയിലുള്ള രക്തപ്പാടുകൾ അവിടെ കോർബറ്റിന് കാണാനായി. കോർബറ്റ് നിന്ന ഭാഗത്ത് നിന്നും ഒരുപാട് ദൂരമുണ്ട് ഇനിയും ക്യാമ്പിലേക്ക്, അതായത് ആ ഗ്രാമത്തിലേക്ക്. അവിടേക്ക് പോയി തിരകൾ കളക്ട് ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും കരടി മറ്റെവിടേക്കെങ്കിലും പോയി മറഞ്ഞു കഴിഞ്ഞിരിക്കും. അത്രയും പരുക്ക് പറ്റിയ ഒരു കരടിയെ അവിടെ ഉപേക്ഷിച്ചു പോകുവാൻ കോർബറ്റിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കോർബറ്റും സംഘവും ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. എങ്ങനെയും ആ കരടിയെ കൊല്ലണം. എന്നാൽ തിരയില്ലാത്ത തോക്കുമായി ആ കരടിയെ പിന്തുടരുക എന്നത് ആത്മഹത്യാപരമാണ്. അങ്ങനെ അവർ ആ തീരുമാനത്തിൽ എത്തിച്ചേർന്നു. തങ്ങളുടെ കൈവശമുള്ള ആ മൂർച്ചയേറിയ മഴുവും കല്ലുകളും കൊണ്ട് ആ കരടിയെ കൊല്ലാമെന്ന തീരുമാനത്തിൽ. ഇനിയും നടക്കുവാൻ പോകുന്നത് കരടിയും കോർബറ്റും തമ്മിലുള്ള പോരാട്ടമാണ്. തോക്കുപയോഗിച്ചല്ല, കല്ലും മഴുവും കൊണ്ടുള്ള പോരാട്ടം. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത കഥയിൽ കോർബറ്റും കരടിയും തമ്മിലുള്ള പോരാട്ടവും ബാക്കി കഥയും നോക്കാം. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ. ഇതിൻ്റെ ബാക്കി കഥയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.